എത്ര പ്രായം കുറഞ്ഞവർ ആകുന്നെങ്കിൽ പോലും ജീവിതത്തിൻ്റെ അവസാനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടില്ലാതെ ഇന്ന് ജീവിച്ചാൽ പരാജയമായിരിക്കും ഫലം. വെളിയിലേക്ക് പോകേണ്ട വഴി അറിയാമെങ്കിൽ മാത്രമേ ഏത് വഴിയിലൂടെ മുന്നേറണം എന്ന് നമുക്കുറപ്പുണ്ടാകൂ. വിജയിക്കണമെന്നുണ്ടെങ്കിൽ മാത്രമേ എങ്ങനെ ഓടണമെന്ന് നമുക്ക് മനസ്സിലാകൂ. ജീവസന്ദേശത്തിൻ്റെ പ്രേക്ഷകർക്ക് ഞങ്ങളുടെ സ്നേഹവന്ദനം. ശരിയായുള്ള വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും ഉരകല്ലാകുന്നു മരണം. ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വച്ചിരിക്കുന്നവർക്ക് മാത്രമേ മരണത്തെ സധൈര്യം നേരിടുവാൻ സാധിക്കുകയുള്ളൂ. വേല തികച്ച് പ്രതിഫലത്തിനു വേണ്ടിയുള്ള യാത്ര ഒരു ദൈവഭക്തനെ സംബന്ധിച്ച് ആനന്ദകരമായ അവസ്ഥയാകുന്നു. 2 തിമോത്തിയോസ് 4 അധ്യായത്തിൻ്റെ 6 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. മഹാന്മാരുടെ മരണമൊഴികൾ ഏറെ ഗൗരവത്തോടെ മനുഷ്യർ കാണാറുണ്ട്. അവിടെ അഭിനയമില്ല എന്നതായിരിക്കാം ഒരു കാര്യം. ലോകത്തെ മൊത്തം കീഴടക്കുവാൻ ഇറങ്ങിത്തിരിച്ച നെപ്പോളിയൻ ബോണപ്പാർട്ട് തൻ്റെ 52-ാം വയസ്സിൽ മരിക്കുമ്പോൾ പറഞ്ഞത്, ഞാൻ അകാലത്തിൽ മരിക്കുന്നു, കൃമികൾക്ക് ആഹാരമായി എൻ്റെ ശരീരം മണ്ണിലേക്ക് ചേരുന്നു. മഹാനായ നെപ്പോളിയൻ്റെ വിധി അതത്രേ. എന്തായിരിക്കും നിങ്ങളുടെ മരണക്കുറിപ്പ്? വിശുദ്ധ പൗലോസിൻ്റെ മരണപത്രികയും വിൽപത്രവുമായി രേഖപ്പെടുത്തിയിരിക്കുന്ന തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം നാം കഴിഞ്ഞ ചില ദിവസങ്ങളായി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുവല്ലോ. അതിൻ്റെ അവസാനത്തെ അധ്യായത്തിൽ പൗലോസ് തൻ്റെ ജീവിതത്തെക്കുറിച്ച് നടത്തുന്ന ഒരു വിലയിരുത്തൽ നാം കാണുന്നു. പൗലോസിൻ്റെ വിസ്താരം കഴിഞ്ഞു. ഇനിയും ഏത് സമയത്തും അവൻ്റെ ശിരസ് ഛേദിച്ച് അവനുള്ള ശിക്ഷ നടപ്പാക്കാവുന്നതാണ്. മനുഷ്യരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ ദൈവദാസൻ്റെ അവസാന വാക്കുകൾ ഉച്ചരിക്കപ്പെടുന്നു. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു, എൻ്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. എന്തൊരു ശാന്തത, എന്തൊരു ദൃഢനിശ്ചയം! പൗലോസിൻ്റെ ഈ മരണക്കുറിപ്പ് കാണുമ്പോൾ തൻ്റെ ജീവിതത്തെ 3 വ്യത്യസ്ത വീക്ഷണത്തിൽ വിവരിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടും. ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം. അന്ത്യത്തിൽ നിന്നുകൊണ്ട് ആരംഭം മുതൽ വീക്ഷിക്കുന്ന ഒരു വ്യക്തി താൻ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ നോക്കിയിട്ട് തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ കാണുകയാണ്. തൻ്റെ കഴിഞ്ഞ കാലം ചിന്തിച്ചിട്ട് തൻ്റെ ജീവിതത്തിൻ്റെ ഇപ്പോഴത്തെ ഗതി അവൻ കാണുന്നു. എന്നിട്ട് ഭാവിയിലേക്ക് നോക്കിയിട്ട് തനിക്ക് ലഭിക്കുവാൻ പോകുന്ന പ്രതിഫലം അവൻ വ്യക്തമായി കാണുന്നു. തന്നെക്കുറിച്ച് പറയുവാനല്ല, പിന്നെ തൻ്റെ പ്രിയ ശിഷ്യനായ തിമോത്തിയോസിനെ പ്രോത്സാഹിപ്പിക്കുവാനാകുന്നു പൗലോസ് ഇത് ചെയ്യുന്നത്. പൗലോസ് അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. അത് തിമോത്തിയോസിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അവൻ അവസാനത്തോളം വിശ്വസ്തനുമായിരുന്നു. നമുക്കും ഇത് വലിയ പ്രോത്സാഹനമാകാവുന്നതാണ്. ശക്തമായി അവസാനിപ്പിക്കുന്നതിൻ്റെ ഒരു നല്ല ഉദാഹരണം. നമുക്കും നമ്മുടെ ജീവിതം അങ്ങനെ ജീവിച്ച് അവസാനിപ്പിക്കാവുന്നതാണ്. തകർന്നടിഞ്ഞു പോകേണ്ട കാര്യമില്ല, അത് ശരിയല്ല, അതിൻ്റെ ആവശ്യമില്ല താനും. അവസാനത്തോളം വിശ്വസ്തരായിരിക്കുവാൻ ആവശ്യമായ എല്ലാ കൃപകളും ഒരു ക്രിസ്തു വിശ്വാസിക്ക് നൽകിയിട്ടുണ്ട്. അതിനുള്ള ഒരു നല്ല മാതൃകയായി പൗലോസ് നമുക്ക് മുൻപിലുണ്ട് താനും. നമ്മുടെ ജീവിതാവസാനത്തെക്കുറിച്ച് ചിന്തിക്കാതെ അടുത്ത ആഴ്ചയെക്കുറിച്ചോ അടുത്ത മാസത്തെക്കുറിച്ചോ അടുത്ത വർഷത്തെക്കുറിച്ചോ ചിന്തിക്കുവാൻ കഴിയില്ല സുഹൃത്തെ. കാരണം ഒടുവിൽ ഞാൻ എന്താകണം എന്നുള്ളതിനെ ആശ്രയിച്ചാണ് എൻ്റെ ജീവിതഗതി മുഴുവൻ ക്രമീകരിച്ചിരിക്കുന്നത്.
അന്ത്യത്തെക്കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാടാണ് നമ്മെ ഇന്ന് നിലനിർത്തുന്നത്. ഒടുവിലത്തെ വിജയം കാണാത്തവർ യുദ്ധത്തിൽ വിജയിക്കില്ല. ഒടുവിലത്തെ സമ്മാനം അറിയാത്തവർ ഓട്ടത്തിൽ മുന്നേറില്ല. പൗലോസ് ജീവിതത്തിൽ വിജയിച്ചതിൻ്റെ രഹസ്യം നമുക്കൊന്ന് പരിശോധിക്കാം. പൗലോസ് ആദ്യം തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണുന്നു, എന്നിട്ട് ജീവിതത്തിൻ്റെ അവസാനം കാണുന്നു. എന്നിട്ട് അവൻ പറയുന്നു, ഞാൻ തയ്യാറാണ്. അവൻ പറയുന്നു, ഞാൻ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു, എൻ്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. പൗലോസ് തൻ്റെ സ്വതസിദ്ധ ശൈലിയിൽ പറയുന്നു, എല്ലാം കഴിഞ്ഞു, എനിക്കതറിയാം, ഞാൻ ഒഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സമയം എന്നതുകൊണ്ട് ക്ലോക്കിലെ സമയമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, എൻ്റെ കാലം കഴിഞ്ഞു എന്നാണ്. ഈ ലോകത്തിൽ എനിക്കിനിയും ഒന്നുമില്ല, എന്നെ വിസ്തരിച്ചു കഴിഞ്ഞു, എൻ്റെ വധശിക്ഷ ഞാൻ നേരിടുവാൻ പോകുകയാണ്. താനൊരു പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. പഴയ നിയമത്തിൽ നിന്നുള്ള ഒരു യഹൂദ ശൈലിയാകുന്നു ഇത്, പാനീയയാഗം. വാഗ്ദത്ത നാട്ടിൽ പ്രവേശിച്ച ഇസ്രായേൽ ജനത്തിന് അവരുടെ ആരാധനയ്ക്കുള്ള അനേകം നിർദ്ദേശങ്ങൾ ദൈവം നൽകി. അതിലൊന്ന് സംഖ്യാപുസ്തകം 15-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവർ ദഹനയാഗം കഴിക്കേണ്ട വിധമാണ് അതിൽ നാം കാണുന്നത്. ദഹനയാഗം പാപപരിഹാരത്തിനായുള്ള യാഗമായിരുന്നുവല്ലോ. പാപത്തിൻ്റെ ശമ്പളം മരണമാകുന്നു എന്ന സത്യം അംഗീകരിക്കുന്നതിൻ്റെ അടയാളമായി അർപ്പിക്കേണ്ട യാഗമായിരുന്നു ദഹനയാഗം. ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു യാഗം. അവൻ ഒരുവൻ മാത്രമാകുന്നു യഥാർത്ഥ യാഗവസ്തു. ദഹനയാഗത്തിൽ ഒരു മൃഗത്തെ കൊന്ന് അതിനെ മുഴുവനും യാഗപീഠത്തിന്മേൽ അർപ്പിക്കുമായിരുന്നു. പാപത്തിൻ്റെ പരിഹാരത്തിനായി യാഗവസ്തു മുഴുവൻ ദഹിപ്പിക്കുന്ന യാഗം. എന്നാൽ ഈ പറഞ്ഞ ദഹനയാഗം മാത്രമായിരുന്നില്ല അപ്പോൾ യാഗപീഠത്തിന്മേൽ വെച്ചിരുന്നത്. ദഹനയാഗത്തിന് മുകളിൽ എണ്ണ ചേർത്ത് മാവ് വയ്ക്കണമായിരുന്നു. അത് ദഹിച്ചുകൊണ്ടിരുന്ന മൃഗത്തിന്മേൽ ആയിരുന്നു വയ്ക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്നതൊരു സൗരഭ്യവാസന തന്നെയായിരുന്നു, ഇറച്ചി പൊരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വാസന. എന്നാൽ സംഖ്യാപുസ്തകം 15-ാം അധ്യായത്തിൻ്റെ ഒടുവിലായി ആ യാഗത്തിന്മേൽ ഒഴിക്കുവാനായി പറഞ്ഞിരിക്കുന്നത് മധുരമുള്ള വീഞ്ഞായിരുന്നു. അത് യാഗവസ്തുവിൽ ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വാസന ഏറെ സൗരഭ്യം പരത്തുന്നതായിരുന്നു. പൗലോസ് പറയുന്നത്, അതാണ് എൻ്റെ ജീവിതം. ഞാൻ എൻ്റെ ജീവിതത്തെ ഒരു ദഹനയാഗമായി നൽകി. എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ അർപ്പിച്ചു. 3 പതിറ്റാണ്ടുകൾ ഞാൻ ആ യാഗപീഠത്തിന്മേൽ ഇരുന്ന് കത്തുകയായിരുന്നു. എൻ്റെ ജീവിതത്തെക്കുറിച്ച് മറ്റൊന്നും ചിന്തിക്കാതെ ഞാൻ എൻ്റെ ജീവിതത്തെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചു. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമായിരുന്നു. ജീവിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാലും അവന് വേണ്ടി. എന്തു സംഭവിച്ചാലും ഞാൻ എൻ്റെ കർത്താവിൻ്റേതാണ്. എന്നിട്ടവൻ പറഞ്ഞു, ഇതെൻ്റെ അവസാനത്തെ യാഗമാകുന്നു. ഒരു പാനീയയാഗം പോലെ എൻ്റെ രക്തം എൻ്റെ ജീവിതമാകുന്ന യാഗത്തിന്മേലേക്ക് ഞാൻ ഒഴിക്കുവാൻ പോവുകയാണ്. ദഹനയാഗം അവൻ്റെ ജീവിതമാകുന്നു, പാനീയയാഗം അവൻ്റെ മരണമാകുന്നു. എത്ര ഹൃദയസ്പർശിയായ ഒരു ചിത്രം! അവൻ ജീവിച്ചതുപോലെ അവസാനത്തോളം അർത്ഥവത്തായി ജീവിക്കുവാൻ അവന് കഴിഞ്ഞത് അവൻ്റെ ഈ ചിന്താഗതി കൊണ്ടാണ്. അവസാനത്തോളം പോരാടുവാൻ, നിർത്താതെ ഓടുവാൻ, സദാ നല്ല കാര്യവിചാരകനായിരിക്കുവാൻ അവനെ സഹായിച്ചത് ജീവിതത്തെക്കുറിച്ചുള്ള ഈ കാഴ്ചപ്പാടാകുന്നു. തൻ്റെ ജീവിതം തൻ്റെ സ്വന്തമായി അവനൊരിക്കലും കരുതിയില്ല. അത് അവനെക്കുറിച്ചോ അവൻ്റെ വിജയങ്ങളെക്കുറിച്ചോ അവൻ്റെ പ്രശസ്തിയെക്കുറിച്ചോ അവൻ്റെ പ്രാമുഖ്യത്തെക്കുറിച്ചോ അവൻ്റെ സുഖ സൗകര്യങ്ങളെക്കുറിച്ചോ അല്ലായിരുന്നു. പിന്നെയോ അവൻ്റെ യാഗത്തെക്കുറിച്ചായിരുന്നു. അതുമാത്രമായിരുന്നു. താൻ എപ്രകാരമാകുന്നു മരിക്കുവാൻ പോകുന്നതെന്ന് പൗലോസിന് വ്യക്തമായി അറിയാമായിരുന്നു. അന്ന് റോമാ പൗരന്മാരെ ക്രൂശിക്കുമായിരുന്നില്ല, മറിച്ച് അവരുടെ കുറ്റം തെളിഞ്ഞാൽ അവരുടെ ശിരസ് ഛേദിക്കുകയായിരുന്നു. അതിഭയാനകമായ രക്തം ചൊരിഞ്ഞുള്ള വധം. ഒരു മൃഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പക്ഷിയുടെ കഴുത്തറക്കുമ്പോൾ രക്തം ചീറ്റുന്നത് കണ്ടിട്ടില്ലേ? തൻ്റെ മൊത്തം ജീവിതമാകുന്ന ദഹനയാഗത്തിൻ്റെ മുകളിലേക്ക് തൻ്റെ കഴുത്ത് വെട്ടുമ്പോൾ രക്തം ചീറ്റുന്നത് ഒരു പാനീയയാഗമായി പൗലോസ് ചിത്രീകരിക്കുന്നു. ഈ സാദൃശ്യത്തിന് മറ്റൊരു വശം കൂടിയുണ്ട്. യാഗപീഠത്തിന്മേൽ വെച്ചിരിക്കുന്ന യാഗവസ്തു കത്തിക്കൊണ്ടിരിക്കുന്നതായ അവസരത്തിൽ ഈ വീഞ്ഞ് അതിന്മേൽ ഒഴിക്കുന്നു. പാനീയയാഗം, അതായത് വീഞ്ഞ്
ആവിയായി അപ്രത്യക്ഷപ്പെടുന്നു. പൗലോസ് ഇവിടെ പറയുന്നത്, ക്രിസ്തുവിൻ്റെ യാഗത്തിന്മേൽ ഞാൻ എൻ്റെ ജീവിതത്തെ ഒരു പാനീയയാഗമായി ഒഴിച്ചു. അതിൽ യാതൊന്നും എനിക്കായിട്ടല്ല, സകലവും അവനായിട്ടാണ്. പൗലോസിൻ്റെ ജീവിതം പെട്ടെന്ന് അപ്രത്യക്ഷപ്പെടുമെന്നും ആകെ കാണാവുന്നതായി ക്രിസ്തു മാത്രമാകുന്നു എന്നും ഇവിടെ അവൻ പറയുകയാണ്. പൗലോസ് തൻ്റെ കഴിഞ്ഞ കാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നു. തൻ്റെ ജീവിതത്തെ 3 വ്യത്യസ്ത വിധത്തിൽ ചുരുക്കി പറയുന്നു. ഒന്ന്, ഞാൻ നല്ല പോർ പൊരുതു. അവൻ ഒരു പടയാളിയായിരുന്നു. അതെ, നല്ലൊരു പടയാളി. ഒരു പോരാട്ടം അവൻ പോരാടേണ്ടതുണ്ടായിരുന്നു. ഒരു വിജയം വരിക്കേണ്ടതുണ്ടായിരുന്നു. ഇവിടെ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ അവൻ പറയുന്നത്, ഞാൻ എൻ്റെ രക്ഷകൻ്റെ ഒരു പടയാളിയായിരുന്നു. പ്രിയ സുഹൃത്തെ, എല്ലാ ക്രിസ്തു വിശ്വാസികളും ഈ നിലപാടാകുന്നു സ്വീകരിക്കേണ്ടത്. ഒരു പോരാട്ടം പോരാടേണ്ടതുണ്ട്. ഓരോ ക്രിസ്തു വിശ്വാസിയും ദൈവവചനത്തിനു വേണ്ടി വാദിക്കുന്ന ഓരോ വ്യക്തിയായിരിക്കേണ്ടതുണ്ട്. അതെ, വചനത്തിലെ സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നവർ. രണ്ടാമതായി പൗലോസ് പറയുന്നു, ഓട്ടം തികച്ചു. ജീവിതം ഒരു പോരാട്ടം മാത്രമല്ല, ജീവിതം ഒരു ഓട്ട മത്സരം കൂടിയാകുന്നു. വളരെ അച്ചടക്കമുള്ള ഒരു ഓട്ടക്കാരൻ കൂടിയായിരുന്നു പൗലോസ്. ബിരുദ പ്രാപിക്കുവാൻ അവൻ കിണഞ്ഞു പരിശ്രമിച്ചിരുന്നു. ഓട്ടത്തിൻ്റെ സമയത്ത് പൗലോസ് തൻ്റെ ശരീരത്തെ നിയന്ത്രണത്തിൽ വെച്ചിരുന്നു. തന്നെ തള്ളിക്കളയാത്ത വിധത്തിൽ ക്രിസ്തീയ ജീവിതം ജീവിക്കുവാൻ അവൻ ശ്രമിക്കുകയായിരുന്നു. അവൻ കൊരിന്ത്യർക്ക് ആദ്യത്തെ ലേഖനം എഴുതിയപ്പോൾ 9-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ പറഞ്ഞത്, ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ണിപ്പിച്ചടിമയാക്കിയത്രേ ചെയ്യുന്നത്. എബ്രായ ലേഖനത്തിൽ 12-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്നത്രേ. ഇപ്പോൾ അവൻ്റെ ജീവിതാവസാനത്തിൽ നിന്നുകൊണ്ട് അവന് പറയുവാൻ സാധിച്ചത്, ഞാൻ ഓട്ടം തികച്ചു. ദൈവം അവനായി പരിപാടിയിട്ടിരുന്നതെല്ലാം തന്നെ അവൻ നിവർത്തിച്ചു. പിന്നെ പറയുന്നു, വിശ്വാസം കാത്തു. ജീവിതം ദൈവത്തിൽ നിന്നുള്ള ഒരു സമ്മാനമാകുന്നു. പൗലോസ് ഒരു നല്ല കാര്യസ്ഥനായി അത് കാത്തു സൂക്ഷിച്ചു. അവൻ വിശ്വാസം കാത്തു. ദൈവവചനത്തിലെ വലിയ സത്യങ്ങളിൽ നിന്നോ ഉപദേശങ്ങളിൽ നിന്നോ അവൻ ഒരിക്കലും വ്യതിചലിച്ചിരുന്നില്ല. യാതൊന്നിനും അവനെ മാറ്റുവാൻ കഴിഞ്ഞില്ല. എത്ര മഹത്തായ പ്രസ്താവനകളാകുന്നു ഇതല്ലേ. 6-ാം വാക്യത്തിലുള്ള പൗലോസിൻ്റെ പ്രസ്താവനയിലേക്ക് വരാം. എൻ്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. നിര്യാണം എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം അഴിച്ചുവിടുക, വേർപെടുത്തുക എന്നൊക്കെയാണ്. ഇവിടുത്തെ ചിത്രം കരയ്ക്ക് അടുപ്പിച്ച് നങ്കൂരമിട്ട് കെട്ടിയിരുന്ന ഒരു കപ്പൽ കയറഴിച്ചുവിട്ട് കരയ്ക്ക് നിന്നും കടലിലേക്ക് നീക്കുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന പദമാണിത്. മരണത്തെക്കുറിച്ച് പറയുമ്പോൾ പലരും ചിത്രീകരിക്കാറുള്ളത് ഇന്നാരിപ്പോൾ തുറമുഖത്തടുത്തു എന്നാണ്. എന്നാൽ പൗലോസ് പറയുന്നത് നേരെ മറിച്ചാണ്. പൗലോസ് പറയുന്നത്, എന്നെ ഇതുവരെ തുറമുഖത്ത് കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. അതത്ര ജീവിതം. ഈ ചെറിയ ലോകത്തിൽ നമ്മെ കെട്ടിയിട്ടിരിക്കുന്നു. മരണം എന്നാൽ ഒരു ദൈവ പൈതലിന് വിമോചനമാണ്, വിടുതലാണ്. പൗലോസ് പറയുന്നു, എന്നെ വധിക്കുന്നത് നിങ്ങൾ നോക്കരുത്, അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. രക്തം ചീറ്റിപ്പായുന്നത് കണ്ടു നിൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കില്ല. തുറമുഖത്ത് കെട്ടിയിട്ടിരിക്കുന്ന ഒരു കപ്പൽ പോലെയാകുന്നു ഞാൻ. മരണം സംഭവിക്കുമ്പോൾ ഞാൻ എൻ്റെ അരുമനാഥൻ്റെ സന്നിധിയിലേക്ക് ചേരുവാൻ പോകുകയാണ്. അവിടെ ആർക്കും എന്നെ കെട്ടിയിടുവാൻ സാധിക്കില്ല. അവിടെ മാത്രമാണ് എനിക്ക് ഏറ്റവും ആഗ്രഹിക്കത്തക്കതായിട്ടുള്ളത്. ഈ കെട്ടപ്പെട്ട അവസ്ഥയിൽ ഞാൻ ഞരങ്ങി കഴിയുകയാണ്. ഇത് വെറും പിടിച്ചുകെട്ട് മാത്രമാണ്. എന്നിട്ട് പൗലോസ് പറയുന്നു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. ഇത് നല്ല വശത്തേക്ക് നമ്മെ കൊണ്ടുവരുന്നു. പൗലോസ് ഭാവിയിലേക്ക് നോക്കുന്നു. അവൻ നീതിയുടെ ഒരു കിരീടം പ്രതീക്ഷിക്കുന്നു. ഒരു കിരീടം എന്നാൽ പ്രതിഫലമാകുന്നു എന്ന് നമുക്കറിയാമല്ലോ. അവൻ്റെ പ്രതിഫലം ഒരു ദിവസം പ്രാപിക്കുന്നതാണ്. അതിതുവരെ ആയിട്ടും അവന് നൽകി എന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ ദൈവം അത് അവനായി സൂക്ഷിക്കുന്നു. ഒരു ദിവസം അത് അവന് നൽകുന്നതാണ്. എത്ര ഉറപ്പോടെയാണ് പൗലോസ് സംസാരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള അനേകം കിരീടങ്ങളെക്കുറിച്ച് പുതിയ നിയമത്തിൽ സംസാരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 24-25 വാക്യങ്ങളിൽ വാടാത്ത കിരീടത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതുമാത്രമല്ല, ആത്മാക്കളെ നേടുന്നവനുള്ള കിരീടവുമുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ
പൗലോസിന് അനേകം കിരീടങ്ങൾ ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നീതിയുടെ കിരീടം എന്നത് നീതിയുള്ള ഒരു ജീവിതം ജീവിച്ചതിനുള്ള പ്രതിഫലമാകും. പൗലോസ് അത് പ്രാപിക്കുന്നതാണ്. എന്നിട്ട് അവൻ പറയുന്നത്, എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. എൻ്റെ നിലപാട് ഇന്നതായിരുന്നത് കൊണ്ട് ദൈവം എനിക്ക് പ്രതിഫലം നൽകും എന്ന് ആർക്കും പറയുവാൻ കഴിയില്ല. ഇവിടുത്തെ ചിന്ത നിങ്ങൾ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെ പ്രിയപ്പെടുന്നുവോ എന്നുള്ളതാണ്. അവിടുത്തെ പ്രത്യക്ഷതയെ പ്രിയപ്പെടണമെങ്കിൽ അവനോട് വ്യക്തിപരമായി പ്രിയമുണ്ടാകണം. അതേ സുഹൃത്തെ, താങ്കൾക്ക് അവനോട് അടുത്ത ഒരു ബന്ധമുണ്ടോ? താങ്കൾ അവനെ സ്നേഹിക്കുന്നു എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവിടുത്തെ പ്രത്യക്ഷതയിൽ പ്രിയം വെക്കുന്ന ഏവർക്കും ഒരു കിരീടമുണ്ടാകുന്നു. ആ കിരീടം പ്രാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റേതൊരു കിരീടത്തെക്കാളും ഏറെ അത് തിളങ്ങും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും ലഭിക്കുന്ന കിരീടം. തുടർന്ന് പൗലോസിൻ്റെ ഒടുവിലത്തെ വാക്കുകളിലേക്കാണ് നാം വരുന്നത്. വിജയത്തിൻ്റെ വാക്കുകളായിരുന്നു നാം കേട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇനിയും നാം വായിക്കുമ്പോൾ വിജയത്തിൻ്റെ വാക്കുകളാണോ ഇവ എന്ന് തോന്നില്ല. തൻ്റെ സാഹചര്യത്തിൻ്റെ ആ യഥാർത്ഥ അവസ്ഥയെ പൗലോസ് നേരിടുകയാണ്. 9-ാം വാക്യത്തിൽ അവൻ തീമോത്തിയോസിനോട് പറയുകയാണ്, വേഗത്തിൽ എൻ്റെ അടുക്കൽ വരുവാൻ ഉത്സാഹിക്കുക. എന്തുകൊണ്ടായിരിക്കും പൗലോസ് തീമോത്തിയോസിന് അങ്ങനെ എഴുതുന്നത്? പൗലോസിൻ്റെ ഏകാന്തത അത്ര രൂക്ഷമായിരുന്നിരിക്കും. ആ ഭയാനകമായ ജയിലിൽ ഏതൊരു വ്യക്തിക്കും ഇത് അനുഭവപ്പെടുമെന്നത് തീർച്ചയാണ്. ലോകം മുഴുവൻ ഓടി നടന്ന് സുവിശേഷം അറിയിച്ചതിന് ശേഷം ഇങ്ങനെ ഏകാന്തതയിൽ കഴിയുക എന്നത് എത്ര ഭയാനകമായ ഒരവസ്ഥയാകുന്നു എന്നോർക്കണം. അവൻ പറയുകയാണ്, നീ വേഗം വരുവാൻ ഉത്സാഹിക്കുക. 10-ാം വാക്യത്തിൽ, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസലോനിക്കയിലേക്ക് പോയി. ക്രസ്കസ് ഗലാത്യയ്ക്കും തീത്തോസ് ദൽമാത്യയ്ക്കും പോയി. ദേമാസ് പോയി കളഞ്ഞു. അവന് ഈ എതിർപ്പുകളെ ഒന്നും സഹിക്കാൻ കഴിയില്ല. അവൻ ലോകത്തെ സ്നേഹിച്ചു. അവൻ ഇവിടുത്തെ തണുപ്പോ ഏകാന്തതയോ എന്നോടുകൂടെയുള്ള സമയമോ ഒന്നുമല്ല പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് അവൻ തെസലോനിക്കയിലേക്ക് പോയി. അത് നല്ല ദൂരത്തിലായിരുന്നു. പിന്നെ പറയുന്നത് തീത്തോസ് ദൽമാത്യയ്ക്ക് പോയി. ഈ മറ്റ് സഹോദരന്മാർ പൗലോസിൻ്റെ അടുക്കൽ നിന്നും പോയതിന് എന്തെങ്കിലുമൊക്കെ കാരണമുണ്ടോ എന്നെനിക്കറിയില്ല. എന്നാൽ തീത്തോസ് പോയതിന് കാരണമുണ്ട്. ഒരുപക്ഷേ പൗലോസ് അവനെ ദൽമാത്യയ്ക്ക് അയച്ചതാകാം. പൗലോസിന് ചെയ്തു തീർക്കേണ്ടതായ എന്തെങ്കിലും വേല അവിടെ ഉണ്ടായിരുന്നിരിക്കും. അതിനായി അയച്ചതാകാം. 11-ാം വാക്യത്തിൽ വായിക്കുന്നു, ലൂക്കോസ് മാത്രമേ എന്നോട് കൂടെയുള്ളൂ. മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനാകയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക. ലൂക്കോസ് മാത്രമേ എന്നോട് കൂടെയുള്ളൂ. ലൂക്കോസ് എഴുതിയ സുവിശേഷമുണ്ടല്ലോ, ആ ലൂക്കോസാണ്, പ്രിയ വൈദ്യൻ ലൂക്കോസ്. അത് എത്ര വിശ്വസ്തയോടെയാണ് അവസാനം വരെ ഈ വൈദ്യനായ ലൂക്കോസ് പൗലോസിനോടുകൂടെ നിൽക്കുന്നത് എന്നോർക്കണം. ആദ്യം മുതൽ നാം ഈ ഡോക്ടറെ കാണുന്നുണ്ട്. അദ്ദേഹം വളരെ വിശ്വസ്തയോടുകൂടെ പൗലോസിനോടുകൂടെ യാത്ര ചെയ്തു. ഇപ്പോൾ റോമിൽ പൗലോസിൻ്റെ ഈ കഷ്ടതയുടെ മധ്യത്തിലും കൂടെ ഇരിക്കുന്നതായിട്ടുള്ള ലൂക്കോസ്. അതിനോട് ചേർന്ന് നാം വായിക്കുന്നു മർക്കോസിനെ കൂട്ടിക്കൊണ്ടുവരിക എന്ന്. ഇതിനു മുൻപ് പൗലോസ് തൻ്റെ 2ാമത്തെ മിഷണറി യാത്രയ്ക്ക് പോകുമ്പോൾ മർക്കോസിനെ കൊണ്ടുപോകില്ല എന്ന് ശഠിച്ചത് ഓർക്കുന്നുണ്ടോ? ഇക്കാര്യത്തിൽ പൗലോസ് തെറ്റായിരുന്നു എന്ന് വ്യക്തമാണ്. ഇപ്പോൾ ആ തെറ്റ് തിരുത്തി പൗലോസ് സംസാരിക്കുന്നു. അത് പൗലോസ് പറഞ്ഞതിൽ വാസ്തവത്തിൽ ഞാൻ സന്തോഷവാനാണ്. അവൻ തൻ്റെ തെറ്റ് തിരുത്തി. എത്ര വലിയൊരു പാഠമാകുന്നു ഈ 2 ജീവിതങ്ങളിൽ നിന്നും പഠിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. മർക്കോസ് അന്ന് നിരുത്സാഹപ്പെട്ടിരുന്നു എങ്കിൽ, താൻ അന്ന് പിന്മാറിപ്പോയിരുന്നു എങ്കിൽ അവന് പ്രയോജനപ്പെടുവാൻ കഴിയുമായിരുന്നില്ല. അതുപോലെ തന്നെ മർക്കോസിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയ പൗലോസ് താൻ ഒരിക്കൽ അവൻ പ്രയോജനമില്ലാത്തവനാകുന്നു എന്ന് പറഞ്ഞു എങ്കിൽ തന്നെ താൻ ശരിയായി മർക്കോസിനെ മനസ്സിലാക്കിയപ്പോൾ അവനെ ഉപയോഗിക്കുവാൻ തയ്യാറായി, തൻ്റെ തെറ്റ് തിരുത്തുവാൻ തയ്യാറായി. ക്രിസ്തീയ വേലയിൽ നമുക്കും ചെയ്യുവാൻ സാധിക്കുന്ന ഒരു വലിയ കാര്യമാകുന്നിത്. ഒരുപക്ഷെ നാം ഒറ്റ നോട്ടത്തിൽ എല്ലാവരെയും വേണ്ട വിധത്തിൽ വിവേചിച്ചില്ല എന്ന് വന്നേക്കാം. എന്നാൽ പിന്നീടെങ്കിലും ഒരാളെ നാം മനസ്സിലാക്കി കഴിയുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞത് തെറ്റിപ്പോയി, നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് പറഞ്ഞ ആളിനെ സ്വീകരിക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകാറുണ്ടോ? ചിന്തിച്ചാട്ടെ. 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, തിഹിക്കോസിനെ ഞാൻ എഫെസോസിലേക്ക് അയച്ചിരിക്കുന്നു.
അവൻ എഫെസോസിലെ സഭാ ശുശ്രൂഷകനായിരുന്നതിനാലാണ് അവനെ അവിടേക്ക് അയച്ചത് എന്ന് നമുക്കറിയാം. തുടർന്ന് വളരെ ഹൃദയസ്പർശിയായ ഒരു കാര്യം ശ്രദ്ധിച്ചാലും 13-ാം വാക്യം, ഞാൻ ത്രോവാസിൽ കർപ്പോസിൻ്റെ പക്കൽ വെച്ചേച്ചു പോന്ന പുതപ്പും പുസ്തകങ്ങളും വിശേഷാൽ ചർമ്മലിഖിതങ്ങളും നീ വരുമ്പോൾ കൊണ്ടുവരിക. ഞാൻ ത്രോവാസിൽ വെച്ചേച്ചു പോന്ന പുതപ്പ്. പൗലോസിൻ്റെ കഷ്ടപ്പാടിനെ അല്പമായി വെളിപ്പെടുത്തുന്നതാണ് ഈ അപേക്ഷ. ഇത് അവൻ്റെ ശാരീരികമായ ആവശ്യമാകുന്നു, തണുപ്പ് മാറ്റുവാനതെ തൻ്റെ ശരീരത്തിന് ആവശ്യമായ ഒരു കാര്യം അവനിവിടെ പറയുന്നു. അതോട് ചേർന്ന് പുസ്തകങ്ങളും വിശേഷാൽ ചർമ്മലിഖിതവും കൊണ്ടുവരിക എന്ന്. ഈ പറഞ്ഞത് തൻ്റെ മനസ്സിനാവശ്യമുള്ള ഒരു കാര്യമാകുന്നു. അവനിത് ആവശ്യപ്പെടുന്നു. ഓർക്കണം, ഇത്ര മഹാനായ ഒരു ദൈവദാസൻ, എന്നാൽ അവൻ്റെ അവസാനത്തിൽ അവനായിരിക്കുന്ന അവസ്ഥ. കർത്താവിൻ്റെ വേലയ്ക്കിറങ്ങി ഒരുപാട് ഭൗതികമായി ഉണ്ടാക്കി എന്ന് പറയുന്ന ആളുകൾ നമുക്ക് തരുന്ന പ്രചോദനത്തെക്കാൾ എത്രയോ മടങ്ങ് പ്രചോദനമാണ് ഈ ദൈവദാസനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഒന്നുമില്ലാത്തവനായി, തണുപ്പ് സഹിക്കാൻ കഴിയാത്തവനായി, ഏകാന്തതയുടെ മധ്യത്തിൽ വിശ്വസ്തനായിരിക്കുന്ന ദൈവപൈതൽ. 14-ാം വാക്യം നോക്കിക്കാട്ടെ. ചെമ്പുപണിക്കാരൻ അലക്സണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു. അവൻ്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം കർത്താവ് അവന് പകരം ചെയ്യും. ദൈവം അലക്സണ്ടരോട് ചോദിക്കട്ടെ എന്നാണ് പൗലോസ് പറയുന്നത്. എനിക്ക് അവനോട് യാതൊരു പ്രതികാരവും ചെയ്യുവാനില്ല എന്ന് പൗലോസ് വ്യക്തമാക്കുന്നു. 15-ാം വാക്യത്തിൽ, അവൻ നമ്മുടെ പ്രസംഗത്തോട് അത്യന്തം എതിർത്തു നിന്നതുകൊണ്ട് നീയും അവനെ സൂക്ഷിച്ചു കൊള്ളുക. അലക്സണ്ടറെ സൂക്ഷിക്കുവാൻ തിമോത്തിയോസിന് പൗലോസ് മുന്നറിയിപ്പ് നൽകുന്നു. കാരണം അവൻ വചനത്തോട് എതിർത്തു നിന്നു എന്നുള്ളതാണ്. 16-ാം വാക്യം, എൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു, അത് അവർക്ക് കണക്കിടാതിരിക്കട്ടെ. ഒന്നാം പ്രതിവാദത്തിൽ എന്നിവിടെ പറയുന്നത് പൗലോസ് ആദ്യമായി വിചാരണ ചെയ്യപ്പെട്ടപ്പോഴത്തെ അനുഭവമാകാം. അന്ന് പൗലോസ് തനിയെ ആയിരുന്നു. ഈ ഭാഗത്തു നിന്ന് അത് വ്യക്തമാണ്. 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, കർത്താവോ എനിക്ക് തുണ നിന്നു, പ്രസംഗം എന്നെക്കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികളും കേൾപ്പാനും എന്നെ ശക്തീകരിച്ചു, അങ്ങനെ ഞാൻ സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. പൗലോസ് തിമോത്തിയോസിനോട് ആദ്യം തൻ്റെ പുതപ്പ് കൊണ്ടുവരുവാൻ പറഞ്ഞു, തൻ്റെ ശരീരത്തിൻ്റെ ആവശ്യത്തിന് പിന്നെ അതോടൊപ്പം പുസ്തകങ്ങൾ കൊണ്ടുവരുവാൻ പറഞ്ഞു. അത് തൻ്റെ മനസ്സിനാണ്. ഇപ്പോൾ ഇതാ തൻ്റെ ആത്മാവിന് വേണ്ടിയാണ്. കർത്താവോ എനിക്ക് തുണ നിന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നമുക്കെല്ലാം ഇതാണ് ആവശ്യം. നമുക്ക് വാസ്തവത്തിൽ ഈ പറഞ്ഞ മൂന്നും ആവശ്യമാണ്: ശരീരത്തിനും മനസ്സിനും ആത്മാവിനും. അങ്ങനെ ഉള്ള ഒരു ജീവിതത്തിലേക്കാകുന്നു ക്രിസ്തു തൻ്റെ മക്കളെ നയിക്കുന്നത്. പ്രത്യേകിച്ചും എല്ലാവരും കൈവിട്ടു എന്ന് ചിന്തിക്കുന്ന അവസരത്തിൽ പോലും താൻ കൂടെയുണ്ട് എന്നുള്ള ഉറപ്പ് നമുക്ക് നൽകുന്ന കർത്താവ്. 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, കർത്താവ് എന്നെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്നും വിടുവിച്ച് തൻ്റെ സ്വർഗീയ രാജ്യത്തിനായി രക്ഷിക്കും, അവൻ എന്നേക്കും മഹത്വം. ആമേൻ. താൻ സ്വർഗത്തിലേക്ക് മാറ്റപ്പെടുവാൻ പോവുകയാണെന്ന് പൗലോസിന് അറിയാമായിരുന്നു. ഇനിയും പറയുന്ന ആളുകളെ ഓർത്തുകൊണ്ട് പൗലോസ് ഈ അനുഗ്രഹീത ലേഖനം അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 19 മുതലുള്ള വാക്യങ്ങൾ, പ്രിസ്കയ്ക്കും അക്വിലാവിനും ഒനേസിഫോറോസിൻ്റെ കുടുംബത്തിനും വന്ദനം ചൊല്ലുക. എരസ്തോസ് കൊരിന്തിൽ താമസിച്ചു. ത്രോഫിമോസിനെ ഞാൻ മിലേത്തിൽ രോഗിയായി വിട്ടേച്ചു പോന്നു. ശീതകാലത്തിനു മുമ്പേ വരുവാൻ ശ്രമിക്കുക. യുബുലോസും പുദേസും ലിനോസും ക്ലൗദിയയും സഹോദരന്മാർ എല്ലാവരും നിനക്ക് വന്ദനം ചൊല്ലുന്നു. യേശുക്രിസ്തു നിൻ്റെ ആത്മാവോടുകൂടെ ഇരിക്കട്ടെ, കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. എത്ര അനുഗ്രഹീതമായ ആശീർവാദമല്ലേ! പൗലോസ് തൻ്റെ ശുശ്രൂഷയിൽ എത്ര ഉത്തരവാദിത്വത്തോടു കൂടിയാണ് മുൻപോട്ട് നീങ്ങുന്നത്. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്? പലരും ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അനേകരും ശാരീരികമായ കാര്യം മാത്രമാകുന്നു ചിന്തിക്കുന്നത്. എൻ്റെ ഹൃദയത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ, എൻ്റെ ശരീരത്തിൽ ക്യാൻസറൊന്നുമില്ലല്ലോ, എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. ഇത് ശരീരത്തെക്കുറിച്ച് ചിന്തിക്കുന്നതാണ്. അങ്ങനെ 100 കൂട്ടം ചിന്തകൾ. ഇതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലുള്ളതല്ല സുഹൃത്തേ. എൻ്റെ മരണം ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാകുന്നു. മറ്റൊരാളുടെ നിയന്ത്രണത്തിലുള്ളതിനെക്കുറിച്ച് ഞാൻ എന്തിനു ഭാരപ്പെടണം? മരണത്തെ ആത്മീയ കണ്ണുകളോടെ കാണുക എന്ന് പറഞ്ഞാൽ മരണം വരുമ്പോൾ ഞാൻ എൻ്റെ വിശ്വസ്തതയിൽ എവിടെയായിരിക്കുമെന്നും മാത്രം ചിന്തിക്കുക. അങ്ങനെ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
വിശുദ്ധ പൗലോസിൻ്റെ ജീവിതത്തിൽ കൂടി കടന്നുപോയ നിരവധി വ്യക്തിത്വങ്ങളെ ഈ ലേഖനത്തിൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നുണ്ട്. തനിക്ക് സഹായികളായിരുന്നവരും ദോഷം ചെയ്തവരും ഒക്കെ ആ കൂട്ടത്തിലുണ്ട്. എന്നാൽ തനിക്ക് സംഭവിച്ചതൊക്കെയും സുവിശേഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നതിനാൽ കർത്താവിനെ കാര്യങ്ങൾ ഭരമേൽപ്പിച്ച് വളരെ ശാന്തതയോടെ അവയൊക്കെ കൈകാര്യം ചെയ്യുവാൻ തനിക്ക് സാധിച്ചു. ആ ഭക്തൻ്റെ ധന്യമായ ജീവിത മാതൃകയും ഉപദേശങ്ങളും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് പുതിയ മാനം നൽകട്ടെ. ഈ പഠനത്തിൽ ഞങ്ങളോടൊപ്പം പങ്കാളികളായ എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കട്ടെ.